അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇസ്ലാം ഇപ്പോൾ യസ്രിബിൽ ഭദ്രമായി വേരുറച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സക്കാത്തും റമദാൻ നോമ്പും അനുഷ്ഠിക്കാൻ ഖുർആൻ സത്യവിശ്വാസികളോട് ഉദ്ബോധനം ചെയ്യുകയുണ്ടായി. 5 വഖത്ത് നമസ്കാരം മക്കയിലുണ്ടായിരിക്കെ തന്നെ മിഅ്റാജ് യാത്രയിൽ നൽകപ്പെട്ടത് നമ്മൾ കണ്ടതാണല്ലോ. ഹറാം ഹലാലുകൾ അഥവാ നിഷിദ്ധമായതും അനുവദനീയമായതും പൊതുവിൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. നമസ്കാരത്തിൻ്റെ സമയമായാൽ വിശ്വാസികൾ പള്ളി നിർമ്മിക്കുന്നിടത്ത് ഒത്തുകൂടും. ആകാശത്ത് സൂര്യൻ്റെ സ്ഥാനം നോക്കിയാണ് എല്ലാവരും സമയം കണക്കാക്കുന്നത്. നമസ്കാര സമയമായാൽ ആളുകളെ വിളിച്ചുകൂട്ടാനുള്ള ഒരു സംവിധാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ചിന്തയുണ്ടായി. അങ്ങനെ സ്വഹാബികളുമായി കൂടിയിരുന്ന് അവിടുന്ന് ഈ വിഷയം ചർച്ച ചെയ്തു. ചിലർ പറഞ്ഞു, ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നത് പോലുള്ള നാക്കൂസ് നമുക്ക് ഉപയോഗിക്കാം. നാക്കൂസ് എന്ന് വച്ചാൽ ഊതി ശബ്ദമുണ്ടാക്കുന്ന ഒരു കുഴലാണ്. മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു, ജൂതന്മാർ ഉപയോഗിക്കുന്നത് പോലെയുള്ള ശംഖ് ഉപയോഗിക്കാം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നമസ്കാരത്തിന് വേണ്ടി വിളിക്കാൻ ഒരാളെ നമുക്ക് ചുമതലപ്പെടുത്തിക്കൂടെ? അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു, ബിലാലെ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി വിളിക്കുക. അങ്ങനെയിരിക്കെ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു രാത്രി ഉറക്കത്തിലൊരു സ്വപ്നം കാണുകയുണ്ടായി. അദ്ദേഹത്തിനടുക്കൽ ഒരാൾ വന്നു. അയാളുടെ കയ്യിൽ ഒരു നാക്കൂസ് ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ അടിമേ, ആ ഊത്തുകുഴൽ എനിക്ക് വിൽക്കുന്നോ? ആഗതൻ ചോദിച്ചു, നിങ്ങൾക്കിതെന്തിനാണ്? ഞങ്ങൾക്ക് അതുകൊണ്ട് നമസ്കാര സമയം ആളുകളെ അറിയിക്കാനാണ്. ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പ്രതിവചിച്ചു. അതിനേക്കാൾ നല്ലൊരു ഉപായം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? ആഗതൻ ചോദിച്ചു. അതേ എന്ന് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചപ്പോൾ ആഗതൻ കാര്യം വിവരിച്ചു. നിങ്ങൾ ഇങ്ങനെ ചൊല്ലുക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി ബാങ്കിൻ്റെ മുഴുവൻ വചനങ്ങളും അദ്ദേഹം സ്വഹാബി വര്യന് ചൊല്ലിക്കാട്ടിക്കൊടുത്തു. എന്നിട്ട് ആഗതൻ അല്പം മാറി നിന്ന് ഇഖാമത്ത് വിളിക്കാനും കാട്ടിക്കൊടുത്തു. നേരം പുലർന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഈ കാര്യം വിവരിച്ചു കൊടുത്തു. അപ്പോൾ അവിടുന്ന് പ്രതിവചിച്ചു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം താങ്കൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. അതിനാൽ താങ്കൾ കണ്ട കാര്യം എഴുന്നേറ്റ് ചെന്ന് ബിലാലിന് പറഞ്ഞു കൊടുക്കുക. ബിലാൽ അതുകൊണ്ട് ബാങ്ക് വിളിക്കട്ടെ. കാരണം ബിലാൽ താങ്കളേക്കാൾ ശബ്ദമുള്ള ആളാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ചെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബാങ്ക് വിളി പഠിപ്പിച്ചു കൊടുത്തു. അതുപ്രകാരം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുകയും ചെയ്തു. ഇതു കേട്ട മാത്രയിൽ തൻ്റെ വീട്ടിൽ നിന്ന് ധൃതിയിൽ ഇറങ്ങി വന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങയെ സത്യവുമായി നിയോഗിച്ചവൻ തന്നെ സത്യം. അബ്ദുല്ലാഹി കണ്ടതുപോലുള്ള സ്വപ്നം ഞാനും കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു എത്യോപ്യൻ വിമോചിത അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രത്തിലെ പ്രഥമ ബാങ്ക് വിളിക്കാരനായി. അൽ മുഅസ്സിൻ അഥവാ ബാങ്ക് വിളിക്കാരൻ എന്ന വിശേഷനാമം കരസ്ഥമാക്കുകയും ചെയ്തു. പള്ളിയുടെ സമീപത്തെ ഒരു ഉയർന്ന വീടിൻ്റെ മേൽക്കൂരയിൽ കയറിയായിരുന്നു ബാങ്ക് വിളിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.